രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ എങ്ങോട്ടാണ് പോകണം അറിയും? വേറെ അങ്ങോട്ടല്ല, അമ്മൻ്റെ കൂടെ റേഷൻ പീടികയിലേക്ക്. വണ്ടിമ്മ പോയതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ ഇടണമല്ലോ. റേഷൻ പീടികയിലേക്കുള്ള സഞ്ചിയൊക്കെ എടുത്തു, ഇമ്മനെ എടുത്തു. റേഷൻ വാങ്ങാനുള്ള ആൾ വേണ്ടേ? അങ്ങനെ നമ്മൾ വണ്ടിമ്മ കയറി പോവാണ്. ഇമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാൾ വീഡിയോ എടുക്കുന്നുണ്ട്, റോട്ടുമ്പോൾ പോണ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പോണ വഴിക്കാണ് മാറണം, ഉമ്മൻ്റെ കൈയൊന്ന് മാറ്റി കെട്ടിക്കണം. ഉമ്മൻ്റെ കൈ ഉളുക്കിയാണ്. അങ്ങനെ മാറ്റി കെട്ടിക്കണോടത്ത് അവിടേക്ക് എത്തിയപ്പോൾ അവിടെ ആണെങ്കിൽ ഇന്ന് ലീവ്, അവിടെ പൂട്ടിയിട്ടിരിക്കണം. വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മോ സൂര്യൻ ഉമ്മച്ച് കൊന്നിക്കണ്. തിരിച്ചു പോകുമ്പോൾ മാറിയാണ് ഉമ്മക്ക് എൻ്റെ ചുരിദാർ അടിച്ച് വാങ്ങാണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചുരിദാർ അടിച്ച് വാങ്ങാനുള്ള ഷോപ്പിലേക്ക് പോയി. ഷോപ്പിലേക്ക് കയറിയപ്പോഴാണ് അടിച്ചത് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടല്ലേ, നമ്മൾ ഇമേജിന് ബാധിക്കില്ലേ. പിന്നെ ഉമ്മ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ നോക്കുന്നുണ്ട്. ഞാനവിടെ ചുമ്മാ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് കുറേ റീൽസൊക്കെ തോണ്ടി. അങ്ങനെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. എവിടെ? റേഷൻ പീടികയിലാണ് 3-4 ആൾക്കാരൊക്കെ ഉണ്ടേനി. ഉമ്മോരെ ബാക്ക് പോയി നിന്ന് ക്യൂ അല്ലേ ക്യൂ. ഞാനവിടെ വീണ്ടും പോസ്റ്റ്. ഞാൻ കുറേ അവിടേക്കും ഇവിടേക്കൊക്കെ തിരിഞ്ഞും മറന്ന് നോക്കി, ചുമ്മാ ഫോണിലും തോണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇമ്മൻ്റെ റോളെത്തി. ഇമ്മ അവിടെ ബില്ലൊക്കെ അടിക്കുന്നുണ്ട്. റേഷൻ പീടികയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ആരോഗ്യമുള്ളവർ കൊണ്ടുപോകണം. കാരണം ഈ അരിയും ചക്കൊക്കെ എടുക്കണ്ടേ. എനിക്കെന്തായാലും അരിയും ചക്കും മൊത്തത്തിനും കൂടി അമ്മനെ ഏൽപ്പിച്ചു. അപ്പം ഇങ്ങനെ എനിക്ക് ഇമ്മൻ്റെ കൈക്ക് വയ്യാമല്ലോ എന്ന്. കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്കൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഗൈസ്, എൻ്റെ അമ്മോ സൺസ്ക്രീനൊക്കെ ഇട്ട് വെറുതെ പുറത്തു പോവാം. കറുത്ത് കരിമുട്ടിയായി. സോ അപ്പം അത്ര ഒന്നുള്ളൂ. ബായ്.